പെണ്ണെന്ത് തെറ്റ് ചെയ്താലേ പെണ്ണിന്റെ ഒപ്പം നിൽക്കുള്ളൂ ഈ രാജ്യത്തെ നിയമം. അതുകൊണ്ടേ താൻ ഒരുപാട് ഭർത്താവ് കളിക്കാൻ നിൽക്കണ്ട, വിവരം അറിയും. അശ്വതി, ഞാൻ ചോദിച്ചതിന് താൻ ഇതുവരെ ഒരു മറുപടി പറഞ്ഞില്ല. ഞാൻ എന്തു മറുപടി പറയാനാണ്? അത് ശരിയാവൂല മനു. എന്താണ് ഇങ്ങനെ പറയണത്? ഒരു കാര്യം ഞാൻ പറയാല, ഞാനിത് സിമ്പതിയുടെ പുറത്തെടുത്തൊരു തീരുമാനമല്ല. എനിക്കറിയാം താൻ ഡിവോഴ്സ് ആണെന്നും തനിക്കൊരു കുഞ്ഞുണ്ടെന്നെല്ലാം എനിക്കറിയാം. ഇതെല്ലാം അറിഞ്ഞിട്ടാണ് ഞാൻ ഇതിന് പറയണത്. എനിക്ക് തന്നെ അത്ര ഇഷ്ടമുള്ളൂ. എന്താ പറയാ, അത് ഈ ഒരു സഹതാപത്തിന്റെ പുറത്തുള്ള ഇഷ്ടമൊന്നുമല്ല. താൻ ഇത്രയും പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിട്ടും താൻ ജീവിതം വെട്ടിപ്പിടിക്കാൻ കാണുന്ന ആ ഒരു ധൈര്യവും, അതുപോലെ തന്നെ തനിക്ക് ഈ വർക്കിനോടുള്ള ആ ഒരു ടാലന്റും അങ്ങനെ എല്ലാം കണ്ട് എൻ്റെ മനസ്സിൽ എവിടെയോ വന്നു പോയൊരു ഇഷ്ടമാണിത്. ഇത് സിമ്പതിയുടെ പുറത്തല്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പിന്നെയും തന്റെ പുറകെ ഇങ്ങനെ വന്ന് ചോദിക്കണത്. താൻ പറ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാനിപ്പോ ഓക്കെ പറഞ്ഞാലും മനുവിന്റെ വീട്ടിൽ സമ്മതിക്കോ? എന്റെ വീട്ടുകാരെ വിട്ടേക്ക്, അത് ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. എന്റെ ഇഷ്ടം എന്താണോ അതാണ് അവരുടെ ഇഷ്ടം. കുറച്ച് അവകാശം വേണ്ടി വരും ഇതിന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ. എങ്കിലും അവസാനം അവരെന്റെ ആഗ്രഹത്തിന് പോയി നിൽക്കുള്ളൂ. തന്റെ തീരുമാനം താൻ പറ. മനുവിനെ പോലത്തെ ഒരാളെ വിവാഹം കഴിക്കാന്നുള്ളത് എനിക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത ഒന്നാണ്. എനിക്ക് സമ്മതമുള്ളൂ കല്യാണത്തിന്. സത്യോ? സത്യം. എന്നാ ഞാൻ വീട്ടിലെല്ലാ കാര്യങ്ങളും പറയട്ടെ? വീട്ടിൽ പറഞ്ഞു. എന്നാ ചെല്ലി, ഞാൻ വിളിക്കാ. ശരി. എടീ, നീ എന്താ പറയാനിട്ടെന്ന് പറഞ്ഞേ? അത് വേറൊന്നുമല്ല, നാളെ എന്റെ കല്യാണം കേട്ടാ. കല്യാണോ? അമ്പോ, പൊളിച്ചല്ല. വലിയ ആഘോഷങ്ങളൊന്നുമില്ല. അമ്പലത്തിൽ വന്ന് ചെറിയൊരു താലിയായിട്ട് മനുവേട്ടന്റെ വീട്ടുകാരൊക്കെ ഉണ്ടാവും. എന്റെ അവസ്ഥ നിനക്കറിയാല, എന്റെ വീട്ടുകാരും ഉണ്ടാവൂല. ആദ്യത്തെ വിവാഹം എന്റെ ഇഷ്ടത്തിനായതുകൊണ്ട് അന്ന് ഉപേക്ഷിച്ചതാണ് അവര്. കൈക്കുഞ്ഞിനെയും കൊണ്ട് ഇനിയെങ്ങാനും ഞാൻ ആ വീട്ടിലേക്ക് കയറി ചെല്ലോന്ന് മേടിച്ച് അന്ന് ഇനി ഈ മോളായിട്ട് ബന്ധമില്ലാന്ന് പറഞ്ഞ് അവർ ഓടിച്ചതാണ്. അതിനുശേഷം പിന്നെ ഞാൻ ഒറ്റക്കാണ്. അതുകൊണ്ട് എന്റെ ഭാഗത്തുനിന്ന് ആരുമില്ല. ചെറിയ രീതിയിൽ ഒരു കല്യാണം. പിന്നെ എനിക്ക് പറയാൻ ആരും ഇല്ലാത്തോണ്ട് ഞാൻ നിന്നോട് പറയുന്നു, നീ എന്തായാലും കല്യാണത്തിന് വന്നോട്ടാ. ഞാൻ എന്തായാലും നാളെ വരുവോടെ. ഇതിലും കൂടി നല്ലൊരു ജീവിതം കിട്ടട്ടെ നിനക്ക്. ഞാൻ എന്റെ പ്രാർത്ഥന എന്തായാലും ഉണ്ടാവട്ടാ. എനിക്കൊരു നല്ലൊരു ജീവിതം കിട്ടിയില്ലെങ്കിലും സാരമില്ല. എന്റെ മോന് ഒരച്ഛനെ കിട്ടിയാൽ മതി, നല്ലൊരു അച്ഛനെ. അവനൊരച്ഛന്റെയും അമ്മയുടെയും സ്നേഹം അനുഭവിച്ച് വളരണം. അതാണ് എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. അത് നടന്നാ മതി. അതൊക്കെ നടക്കൂടി. നീ എന്നാലും വന്നോട്ടാ. പ്രാർത്ഥന എന്തായാലും എനിക്ക് വേണം. എന്റെ പ്രാർത്ഥനയും നിന്റെ ഒപ്പം ഉണ്ടാവും. പിന്നെ നീ അത് ടെൻഷനൊന്നും അടിക്കണ്ടല്ല. മനസ്സാറ് നല്ലൊരു മനുഷ്യനല്ലേ, എല്ലാവരോടും സ്നേഹമുള്ളതാണ്. പിന്നെന്താണ്? അതാണ് എന്റെ ഒരു ധൈര്യം. പിന്നെ കല്യാണം കഴിഞ്ഞാല് ഞാൻ ഇവിടത്തെ കമ്പനിയിലേക്ക് വരൂലട്ടാ. അതെ, ഞാൻ മനുവേട്ടൻ നാട്ടിലേക്ക് പോകും. നല്ല കാര്യം, നന്നായി നടക്കട്ടെ. അല്ല, അശ്വതിയോടെ പോകുന്നു? ഇന്നൊരു പാർട്ടി ഉണ്ട്, ഞാൻ പാർട്ടിക്കോളും. പാർട്ടിയാണ്? എന്നോടൊന്നും പറഞ്ഞില്ല. ഇത് എന്റെ ഓഫീസിലെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടുള്ള ഒരു പാർട്ടിയാണ്. അപ്പൊ ഇന്ന് എന്തായാലും സൺഡേ അല്ലേ, ഒന്ന് പാർട്ടിക്ക് പോവാന്ന് വെച്ചു. ഞാനാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ പോവാന്ന് വിചാരിച്ചിരിക്കണായിരുന്നു. അമ്മക്ക് വയ്യാന്നും പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മനൊന്ന് പോയി കാണാന്നൊക്കെ ഓർത്തിക്കണായിരുന്നു. ആകെ കിട്ടിയ ഞായറാഴ്ച അല്ലേ. ഒരു കാര്യം ചെയ്യ്, ഇതിപ്പോ പാർട്ടിയും കാര്യങ്ങളൊക്കെ മാറ്റി വെക്കുക, അത് ഒഴിവാക്ക്. നമുക്ക് എന്തായാലും അമ്മനെ കാണാൻ പോവാം. അതെനിക്ക് മാറ്റി വെക്കാൻ പറ്റുമൊന്നുമില്ല. എല്ലാരും ഇറങ്ങി, ഇനി എനിക്കത് മാറ്റി വെക്കാൻ പറ്റുമൊന്നുമില്ല. എന്നെ വിശ്വസിച്ചാണ് എല്ലാരും വന്നത്. അതുകൊണ്ട് എനിക്ക് എന്തായാലും പോണം. എന്റെ അശ്വതി അങ്ങനെ പറയല്ലേ, അമ്മനെ കാണുന്നത് ഇതാണ് പാർട്ടി. അമ്മക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം നമ്മ അവിടെ ചെയ്തു കൊടുത്തിട്ടില്ലേ? എന്തിന് ഹോം നേഴ്സിനെ വരെയും വെച്ചു കൊടുത്തിട്ടുണ്ട്. 30,000 രൂപയാണ് ആ ഹോം നേഴ്സിന് ഒരു മാസം കൊടുക്കണത്. പിന്നെ വീട്ടു ജോലിക്കാർക്ക് വേറെ എല്ലാ കാര്യങ്ങളും നമ്മ ചെയ്തു കൊടുത്തിട്ടില്ലേ? പിന്നെ നമ്മൾ അവിടെ പോയി നിൽക്കേണ്ട കാര്യമുണ്ടോ? അത് ശരിയാണ്, സമ്മതിച്ച്. പക്ഷെ എന്നാലും സ്വന്തം മോനും മരുമോളും നോക്കാൻ അത്രയും വരുമോ? എന്താണ് ഈ പറയണത്? ഇത് തൽക്കാലത്തേക്ക് ഒഴിവാക്ക്. അണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം. അണ്ട് വൈകുന്നേരം അങ്ങോട്ട് തിരിച്ചു വന്നാൽ മതി. എന്റെ മനു, എന്തായാലും അത് നടക്കൂല. എനിക്ക് പോണം. പിന്നെ ഈ അമ്മനെയൊക്കെ നോക്കലത് അതെന്നെയും കൊണ്ട് പറ്റൂലട്ടാ. ഇപ്പോഴാണ് നമ്മുടെ ലൈഫ് ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ആ സമയത്ത് അമ്മനെയൊക്കെ നോക്കി കളയാനായിട്ട് എനിക്ക് സമയമില്ല. ലൈഫ് എൻജോയ് ചെയ്ത് ഒരു വർഷം പോയതറിഞ്ഞാ നീ. എല്ലാവരും ചോദിക്കാൻ തുടങ്ങി ഇത്ര നാളായിട്ടൊരു കുഞ്ഞില്ലേന്ന്. അപ്പൊ അതുകൊണ്ട് നമുക്കിനി ഒരു കുഞ്ഞൊക്കെ ആയിട്ട് നമ്മുടെ വീട്ടിൽ പോയി അവിടെ നമുക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാം. നീ കുറച്ച് നാളല്ലേ എന്റെ വീട്ടിൽ ജീവിച്ചിട്ടുള്ളൂ. ഇനിയുള്ള കാലം അമ്മയുടെയൊക്കെ ഒപ്പം കുഞ്ഞാവേക്കെ ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കാം. അത് മതി. മനു, കുഞ്ഞെന്നുള്ള ആഗ്രഹമില്ലേ അതങ്ങ് എടുത്ത് മാറ്റിയേക്കട്ടാ. ഇനി ഒരു കുഞ്ഞിനെ പ്രസവിച്ച് എന്റെ കരിയർ കളയാനായിട്ട് ഞാനില്ല.
ഓ എത്ര വർഷം വേണം ഒരു കുഞ്ഞിനെ വലുതാക്കി എടുക്കണമെങ്കിൽ എന്നെയും കൊണ്ട് ഇതത് പറ്റൂലട്ടാ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ്? എന്റെ അമ്മയുടെ ആഗ്രഹമല്ലത്. എന്റെ ഒരു കുഞ്ഞിനെ കൊഞ്ചിക്കണമെന്ന് ലാളിക്കണമെന്ന് എന്റെ അമ്മക്ക് ആഗ്രഹമില്ലേ? അമ്മയാണ് നിങ്ങൾ പറഞ്ഞത്. എന്നാൽ അങ്ങനെയല്ലല്ല, എന്റെ ഒരു കുഞ്ഞിനെ വേണമെന്ന് അമ്മ ആഗ്രഹിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റണ്ട? കണ്ടാ, അപ്പൊ വേർതിരിവായല്ലേ എന്താ നിന്റാന്നുള്ളത്. അതിപ്പോ മനുവിനെ അച്ഛാ തന്നെയല്ലേ വിളിക്കണത്. മനുവിന്റെ അമ്മനെ എന്നിട്ടാ വിളിക്കണത് അച്ഛാമ്മന്നല്ലേ. എന്നിട്ട് ആ കൊച്ചിനോട് എന്തിനാണ് വേർതിരിവ്? അതിനെ കണ്ടാ പോരെ സ്വന്തം മോന്റെ കുഞ്ഞായിട്ട്. അയ്യോ, ഞാനതിന് വേർതിരിവൊന്നും ഉണ്ടായിട്ട് പറഞ്ഞല്ല. അവനെ ഞാൻ കാണുന്നത് എന്റെ മോനെ പോലെ തന്നെയാണ്. ഇതെന്റെ അമ്മ പറഞ്ഞ ഒരു കാര്യം ഞാൻ നിന്നോട് പറഞ്ഞെന്നുള്ളൂ. അതിൽ തെറ്റ് പറയാൻ പറ്റുമോ? ഇനി എന്തായാലും നമുക്കൊരു കുഞ്ഞ് വേണ്ട. ഒരു മോനുണ്ടല്ല, അവൻ മതി. അവനാണ് ഇനി നമ്മുടെ കുഞ്ഞ്. അമ്മനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തേക്ക്. അശ്വതി, അശ്വതി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോ. എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന്. അതല്ലേ ഞാൻ പറഞ്ഞത്, പറഞ്ഞോളാം, എനിക്ക് കേക്കാം. നമ്മൾ തമ്മിൽ എന്തായാലും നല്ല രീതിയിൽ മുന്നോട്ട് പോകൂല എന്നുള്ള കാര്യം മനസ്സിലായി. മതിയായി എനിക്ക് നശിച്ച ജീവിതം. അതുകൊണ്ട് നമുക്ക് എന്തായാലും മ്യൂച്വൽ ഡിവോഴ്സിന് കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഡിവോഴ്സ് വേണം അല്ലേ? നോക്കിന്നു ഇപ്പൊ തരാം. പിന്നെ ഞാൻ എന്ത് വേണം? നിനക്ക് എന്റെ ഒപ്പം നല്ല രീതിയിൽ ജീവിക്കാനും പറ്റൂല, ഡിവോഴ്സും തരാൻ പറ്റൂല എന്നാ? എന്റെ നാട്ടിൽ വന്ന് എന്റെ വീട്ടുകാരും എല്ലാവരും ഒപ്പം ജീവിക്കാന്ന് പറഞ്ഞാൽ അത് അവർക്ക് പറ്റൂല. എന്നാ അമ്മനെയല്ല ഇവിടെ കൊണ്ടുവന്നിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് ജീവിക്കാന്ന് പറഞ്ഞാൽ അതും പറ്റൂല. എന്റെ പൊന്നു മോളെ, എനിക്ക് മനസ്സിലായി നിന്റെ മനസ്സിലിരിക്കണം എന്താണെന്ന്. എന്റെ വീട്ടുകാരെയും ആരെ അടുപ്പിക്കാണ്ടിരുന്ന് നിനക്ക് എന്റെ കയ്യിലുള്ള പണോ സ്വത്ത് അടിച്ചു മാറ്റാനല്ലേ? നിന്റെ കണ്ണതാന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് ഇനി മുന്നോട്ട് പോകണ്ടെന്ന് ഞാൻ തീരുമാനിച്ചത്. അതുകൊണ്ട് എനിക്ക് എന്തായാലും ഡിവോഴ്സ് വേണം. കാര്യങ്ങളെല്ലാം തനിക്ക് മനസ്സിലായ സ്ഥിതിക്ക് നമുക്ക് ഡിവോഴ്സിന് പോവാ. അല്ലെങ്കിലും എനിക്ക് താല്പര്യമില്ല ഇങ്ങനെ ഒരു ഭാര്യ ചമഞ്ഞ് ജീവിക്കാനും അമ്മായിയമ്മനെ അമ്മായച്ചനെയൊക്കെ നോക്കി അങ്ങനെ കളയാനുള്ളതല്ല എന്റെ ജീവിതം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വെച്ചു ഉണ്ടാക്കി അങ്ങനെ ഞാൻ എന്റെ കരിയർ കളയാനായിട്ട് ഞാനും ഉദ്ദേശിച്ചിട്ടില്ല. നമുക്ക് ഡിവോഴ്സിന് തന്നെ പോവാ, മ്യൂച്വൽ ആയിട്ട് തന്നെ പോവാ. പക്ഷെ എനിക്ക് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. കണ്ടീഷൻസാ? എന്ത് കണ്ടീഷൻ? മ്യൂച്വൽ ഡിവോഴ്സ് വേണമെങ്കിൽ 3 കോടി രൂപ നിങ്ങൾ എനിക്ക് തന്നും. എന്ത് 3 കോടിയാ? അതെ, വെറും 3 കോടി. അതെന്തായാലും തനിക്ക് വരാൻ പറ്റുമെന്ന് എനിക്കറിയാം. പിന്നെ അതുകൊണ്ട് തീർന്നിട്ടില്ല. തന്റെ ശമ്പളത്തിന്റെ പകുതി എല്ലാ മാസവും എനിക്ക് കിട്ടണം എന്റെ ചെലവിനായിട്ട്. അങ്ങനെയാണെങ്കിൽ മ്യൂച്വൽ ഡിവോഴ്സിന് ഞാൻ നാളെ തന്നെ സൈൻ ചെയ്ത് തരാം. നീ ആള് കൊള്ളാല. ഒരു കാര്യം ഞാൻ പറയാം, എന്റെ പൊന്നുമോളുടെ മനസ്സിലുള്ള ഈ ആഗ്രഹങ്ങളൊന്നേ നടക്കാൻ പോണില്ല കേട്ടാ. നടക്കും, എന്റെ എല്ലാ ആഗ്രഹവും നടക്കും. ചിലപ്പോ ഇതിൽ കൂടുതൽ നടക്കും. എനിക്ക് ഡിവോഴ്സ് വേണമെന്ന് ഒരു നിർബന്ധമില്ല. താൻ മരിച്ചാല് തന്റെ സ്വത്ത് ഓൾറെഡി തന്റെ ഭാര്യ എന്ന നിലയിൽ അതെനിക്ക് കിട്ടും. എനിക്ക് അപ്പ കിട്ടിയാലും മതി കേട്ടാ. അല്ലാതെ തനിക്ക് ഡിവോഴ്സ് ആയിട്ട് വന്ന് തന്നെ ഞാനിപ്പോ സ്വതന്ത്രനാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ വേറെ വഴിയൊന്നും നോക്കണ്ട. ഈ രാജ്യത്തെ നിയമമേ പെണ്ണിന്റെ ഒപ്പം. അപ്പൊ അതുകൊണ്ട് നടക്കാൻ പോണില്ല, ഓർത്തോ. എന്റെ ദൈവമേ, ഞാൻ തെറ്റ് ചെയ്തിട്ടാണ്. ഒരു നല്ലൊരു ജീവിതം ആഗ്രഹിച്ചിട്ടാണ് ഇവിടെ ഞാൻ കല്യാണം കഴിച്ചത്. ഇത് ഇത്രയും വലിയൊരു മാരണമാവെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഇവളുടെ ഭീഷണിയില് തോറ്റുകൊടുത്താൽ ശരിയാവൂല. ആലോചിച്ച് എന്താണെന്ന് ചെയ്യണം. മനു, മനു, എന്താണ്? താൻ ഡിവോഴ്സിന് കൊടുത്തല്ലേ? തന്റെ വക്കീൽ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കൊടുത്ത് പിന്നെന്ത് വേണം? തനിക്ക് ഈ അശ്വതി ആരാണെന്ന് അറിഞ്ഞൂടാ. ഞാൻ കാണിച്ചാലാ. ഞാനേ തന്റെയും തന്റെ വീട്ടുകാരുടെ പേരില് കേസ് കൊടുക്കോടോ. അതും ഒരു ഗാർഹിക പീഡനം, സ്ത്രീ പീഡനം ഞാൻ കൊടുക്കും. നോക്കിക്കോ, സ്ത്രീധനത്തിന്റെ. അതും കൂടെ ആകുമ്പോഴത്തേക്ക് താനും തന്റെ അമ്മയും തന്റെ അച്ഛനും ഒക്കെ ജയിലിൽ കിടക്കും. അഴിയെണ്ണോടെ കിടന്ന് നോക്കിക്കോ. തന്നോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ രാജ്യത്തെ നിയമം പെണ്ണിന്റെ ഒപ്പം നിൽക്കോളന്ന്. താനത് മറന്നുപോയി. നീ പറഞ്ഞത് ശരിയാണ്. നമ്മുടെ ഈ രാജ്യത്തെ നിയമം സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടി തന്നെ ഉള്ളതാണ്. സ്ത്രീകൾക്ക് എന്തെങ്കിലും ആപത്തുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അവരെ രക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ് ആ നിയമങ്ങൾ. ആ നിയമത്തെ ഞാൻ ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ നിന്നെ പോലുള്ള പെണ്ണുങ്ങളെ ആ നിയമം ദുരുപയോഗം ചെയ്യാണ്. അതിന് എന്ത് വേണമെന്ന് എനിക്കറിയാം.
നിന്നെ തളക്കാനുള്ള തെളിവൊക്കെ എന്റെ കയ്യിലുണ്ടടി. തന്റെ കയ്യിൽ എന്ത് തെളിവാണുള്ളത്? താൻ എത്ര വലിയ തെളിവ് കൊണ്ടുവന്നാല് പെണ്ണൊന്ന് കരഞ്ഞാല് അവിടെ തീരും തന്റെ തെളിവ്. ഈ തെളിവേ അങ്ങനെ ഒന്നും തീരൂല. നീയേ ഇതൊന്ന് കണ്ടു നോക്ക്, എന്നിട്ട് പറ. നിനക്കെതിരെ തെളിവുണ്ടാക്കാൻ എന്നെ സഹായിച്ചതേ നിന്റെ കൂട്ടുകാരി സൗമ്യ തന്നെയാണ്. ഞാൻ അവളെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞ്, അവൾക്കും ഒരു ചേട്ടനുള്ളതുകൊണ്ട് എൻ്റെ വിഷമങ്ങളും സങ്കടങ്ങളും പെട്ടെന്ന് അവൾക്ക് മനസ്സിലായി. അതുകൊണ്ട് അവൾ എൻ്റെ കൂടെ നിന്ന് തെളിവുണ്ടാക്കാൻ വേണ്ടിയാണ് നിന്നെ വിളിച്ചു വരുത്തിയത്. 3 കോടി രൂപയും പിന്നെ അയാളുടെ ശമ്പളത്തിന്റെ പകുതി വെച്ച് എല്ലാ മാസവും എനിക്ക് തരാന്ന് പറഞ്ഞാല് ഞാൻ ഡിവോഴ്സിന് സമ്മതിക്കും, മ്യൂച്വൽ ഡിവോഴ്സിന്. ഇല്ലെങ്കിൽ ഞാൻ സമ്മതിക്കൂല. അയാളിട്ടേ ഞാൻ നരകിപ്പിക്കും. അയാളുടെ കൊച്ചിനെ പ്രസവിക്കാനും പോണില്ല, അയാളുടെ തള്ളനെ തന്തനെ ആരെയും നോക്കാൻ പറ്റില്ല. എനിക്ക് എന്റെ കാര്യം, എനിക്ക് വലുത് എന്റെ കരിയറാണ്, അല്ലാതെ അയാൾക്ക് കൊണ്ട് തൊലക്കാനുള്ളതൊന്നുമല്ല എന്റെ ജീവിതം. പിന്നെ ഇനി എങ്ങാനും അയാൾ തരൂല എന്ന് പറയണെങ്കിൽ എനിക്കൊരു വിഷമവുമില്ല. എനിക്ക് ഡിവോഴ്സ് വേണ്ട. അയാളുടെ മരണശേഷം അയാളുടെ ഭാര്യയെ എനിക്കെല്ലാം കിട്ടുമല്ല, എനിക്കത് മതി. ഇനി അയാള് വേറെ വല്ല വഴി നോക്കുകയാണെങ്കിലേ ഞാനേ സ്റ്റേഷനിൽ ചെന്നിട്ട് ഒരു കംപ്ലൈന്റ് അങ്ങ് കൊടുക്കും. സ്ത്രീധനത്തിന്റെ പേര് പീഡിപ്പിച്ചെന്നും ഗാർഹിക പീഡനം അങ്ങനെ എല്ലാം എഴുതി ചേർക്കും. അതോടെ അയാളും അയാളുടെ കുടുംബവും ജയിലിൽ കിടക്കും. എനിക്കെല്ലാം കിട്ടുകയും ചെയ്യും. ഇന്നത്തെ കാലത്ത് നിയമം നമ്മുടെ കൈകളിലല്ലേ, പിന്നെന്ത് പേടിക്കാൻ? താനപ്പ എന്നെ ചതിക്കായിരുന്നല്ലേ, തന്നെ ഞാനിട്ടല്ല. അടങ്ങടി മോളെ, നീ എന്നെ ഒന്നും ചെയ്യാൻ പോണില്ല. നിന്നെ പോലെ കുറെ പെണ്ണുങ്ങളുണ്ട്. ഞാൻ പെണ്ണാണ്, ഞാൻ ഇരയാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് കോടതിയുടെ മുമ്പിലൊന്ന് കണ്ണീര് വെപ്പിക്കുമ്പേ നിയമം നിങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് വിചാരിക്കുന്ന കുറെ പെണ്ണുങ്ങളുണ്ട്. പക്ഷേ കാലമൊക്കെ മാറി മോളെ. ഈ നിയമം എന്ന് പറയണതേ കണ്ണടച്ചിരിട്ടാക്കാനുള്ളതല്ല, സത്യം തെളിയിക്കാനുള്ളതാണ്. നിന്നെപ്പോലെ കുറെ എണ്ണങ്ങളുണ്ട് ഈ ഭർത്താവിന്റെ നെഞ്ചത്ത് ചവിട്ടിയെന്ന് കുറെ കോടികൾ സമ്പാദിക്കാതെ മോഹിക്കണത്. അങ്ങനെയുള്ള പെണ്ണുങ്ങൾക്കുള്ള ഞങ്ങളുടെ മറുപടിയാണിത്. ഡിവോഴ്സ് തന്നെങ്കിൽ നീ എന്തൊക്കെ ഡിമാൻഡാണ് വെച്ചത്? 3 കോടി രൂപ വേണം, എന്റെ ശമ്പളത്തിന്റെ പകുതി വേണം അല്ലേ? നിനക്കേ 5ന്റെ പൈസ തരാണ്ട് നിന്നെ ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ ഒഴിവാക്കി കാണിച്ചു തരാം കേട്ടാ. അതിന് എനിക്ക് തെളിവ് മതി. പിന്നെ നീ എന്നോട് കാണിച്ചതിനൊക്കെ നിനക്ക് വേണ്ട ശിക്ഷ വാങ്ങിത്തരാൻ എനിക്ക് അറിഞ്ഞൂടാണ്ടല്ല. നിന്റെ പാവം കൊച്ചിനോർത്തിട്ട് ഞാനത് ചെയ്യണില്ല. അതുകൊണ്ട് മര്യാദക്ക് ഡിവോഴ്സിൽ സൈൻ ചെയ്ത് കൊടുത്തിട്ട് എന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങി പോകാൻ നോക്കിക്കോ കേട്ടേ. സ്ത്രീ സുരക്ഷയ്ക്കായുള്ള നിയമങ്ങൾ ഈ സമൂഹത്തിന്റെ കാവൽ വിളക്കുകളാണ്. അത് അനിവാര്യവുമാണ്. എന്നാൽ ആ നിയമങ്ങളെ പുരുഷനെ തകർക്കാനുള്ള ആയുധമാക്കുന്നവർ ഓർക്കുക, ചതിയുടെ വഴിയിൽ നിയമം നിങ്ങൾക്ക് തുണയാകില്ല. സത്യസന്ധനായ ഒരു പുരുഷന്റെ ക്ഷമയ്ക്ക് ഒരതിരുണ്ട്. ആ അതിര് ലംഘിച്ചാൽ നിയമത്തിന്റെ അതേ വഴിയിലൂടെ അവൻ തിരിച്ചടിക്കും. നിയമം ദുരുപയോഗം ചെയ്യുന്നവർക്കെതിരെ പ്രതികരിക്കുക. പുരുഷനും ഇവിടെ നീതിക്ക് അർഹനാണ്. ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു വീഡിയോയിലൂടെ ഞങ്ങൾ പറയാൻ ആഗ്രഹിച്ചതും ഇത് തന്നെയാണ്. ഈ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം അതെന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ഷെയർ ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.